അതായത് 4 മാസം കഴിഞ്ഞാൽ, 4 മാസം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി പുറത്തു വരുന്നതെങ്കിൽ, ചിലപ്പോൾ 4 മാസം കഴിഞ്ഞാൽ എന്തായാലും ജീവനോട് കൂടിയല്ല, ഒരു കുട്ടി മരിച്ച നിലക്കാണ് പുറത്തു വരുന്നതെങ്കിലും 4 മാസം കഴിഞ്ഞിട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഓനക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണം. അപ്പൊ 4 മാസത്തിന് മുമ്പാണെങ്കിൽ അതൊരു ഇറച്ചി കഷ്ണം മാത്രമായിട്ട് പരിഗണിക്കുള്ളൂ. 4 മാസം കഴിഞ്ഞാൽ എന്തായി? റൂഹ് ഊതി. അപ്പോ അത് ജീവനുള്ള ഒരാളായിരുന്നു, ആ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സൂചിപ്പിച്ചത് 4 മാസത്തിന് മുമ്പാണ് ഒരു ഇറച്ചി കഷ്ണം ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതിന് ജീവനില്ല. അത് 4 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റൂഹ് ഊതപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ജീവനുള്ള ഒരാളാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഇതിൽ 4 മാസം എന്നുള്ളതിലും പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. 42 ദിവസം കഴിഞ്ഞാൽ റൂഹ് ഊതും എന്ന് പറഞ്ഞവരുണ്ട്. 4 മാസം കഴിഞ്ഞാൽ ആണ് റൂഹ് ഊതുക എന്ന് പറഞ്ഞവരും ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ്റെ, ഇബ്നു ബാസ് റഹിമത്തുള്ളാഹി തആലയുടെ അഭിപ്രായം ഈ 4 മാസം കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഇറച്ചി കഷ്ണം പുറത്തു വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാപ്പിള്ള പുറത്തു വരുന്നെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതുപോലെ തന്നെ ആ കുട്ടിയെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? മറമാടണം. ഷെയ്ഖുമാർ പറഞ്ഞു കാണാം, ആ കുട്ടിക്ക് വേണ്ടി അഖീഖ അറക്കുക എന്നുള്ളവരെ സുന്നത്താൻ. ആ കുട്ടി നാളെ അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടിയിട്ട് ഷഫാഅത്ത് പറയും എന്നൊക്കെ അവർ പറയുന്നത് കാണാൻ പറ്റും. എന്നാൽ 4 മാസത്തിന് മുമ്പാണെങ്കിലോ അതിനുവേണ്ടി നിസ്കരിക്കേണ്ട ആവശ്യമില്ല, കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, കഫൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് മറമാടേണ്ട ആവശ്യവും ഇല്ല. നമ്മളെ വീട്ടുമുറ്റത്ത് എന്ത് ചെയ്തു? ഒരു കുഴി എടുത്തിട്ട് കുഴിച്ചു മൂടിയാലും പ്രശ്നമില്ല. കാരണം എന്ത് ചെയ്തിട്ടില്ല? അതൊരു ജീവനല്ല, അതൊരു ഇറച്ചി കഷ്ണം മാത്രമാണ്. 4 മാസത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? റൂഹ് ഊതപ്പെടുന്നത്. അപ്പൊ അതിന് ശേഷം മരിക്കുകയാണെങ്കിലാണ്, അല്ലെങ്കിൽ അതിന് ശേഷം പുറത്തു വരികയാണെങ്കിൽ എന്ത്? കുളിപ്പിക്കേണ്ടതും കഫൻ ചെയ്യേണ്ടതും നിസ്കരിക്കേണ്ടതും ഒക്കെ ഇല്ലല്ല, അങ്ങനെയല്ല. 4 മാസം കഴിഞ്ഞാൽ എന്തായി? റൂഹ് ഊതപ്പെട്ടു എന്നുള്ളതാണ്. അത് പുറത്തേക്ക് വരുമ്പോൾ ജീവൻ വേണമെന്നില്ല. മരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? കുട്ടി പുറത്തേക്ക് വന്നത്. എന്നാലും എന്ത് ചെയ്യണം? മയ്യിത്ത് നിസ്കാരം വേണം. എപ്പോ? 4 മാസത്തിന് ശേഷമാണെങ്കിൽ. 4 മാസത്തിന് മുമ്പാണെങ്കിൽ പിന്നെ അതിനെന്തില്ല? ജീവനില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം.